ദേവിയുടെ ഉഗ്രകോപം. ദേവി ഇയാൾ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രവചനം. എന്താണോ ഇയാളുടെ പുതിയ പ്രവചനം? പുൽപ്പള്ളി കാവിരിക്കുന്ന പ്രദേശവും ചെങ്കുരു ഗ്രാമവും എന്താ അപകടം നേരിടാൻ പോകുന്നത്? നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോൾ എന്ത് അപകടം വരാൻ? ഇതിപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയ്ക്കണേ വെറുക്കണ പറയാണ്. ഇത്തവണ അങ്ങനെ അല്ലെന്ന്. ക്ഷേത്രത്തിൽ ഇന്നലെ കോട്ടൂരുപുരം നമ്പൂതിരി ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ടാ പറയുന്നത്. കോട്ടൂരുപുരം നമ്പൂതിരി വന്നിരുന്നാ എന്നാ പിന്നെ അതിലെന്തോ കാര്യം ഉണ്ടായിക്കണം. ആള് കേമനല്ലേ. പടച്ചോനെ നിങ്ങൾ തന്നെ ഈ നാടിനെ കാത്തോളി. നിങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നേ? നമ്മുടെ സർക്കാരില്ലേ. ഇതിപ്പോ ഏത് പാർട്ടി ഭരിച്ചാലും നാടിനും നാട്ടുകാർക്കും നല്ലതുണ്ടാവും. ആ ഉണ്ണിമാഷ്, പരിസ്ഥിതി വിരുദ്ധമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മെമ്പർ അറിഞ്ഞില്ലെന്നുണ്ടോ? ക്വാറിയലിന്റെ പേരിൽ ഇവിടെ പൊട്ടുന്ന ഓരോ ചെറു ബോംബുകളും നാളെ ചെങ്കുരിയുടെ ഹൃദയം പിളർന്ന് ഒരു വലിയ വിപത്തായി തീരും. പ്രകൃതിലോല മേഖലകളിൽ ഇങ്ങനെയുള്ള ക്വാറിയും പാടില്ല എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെ പലതും വന്നിട്ടും അതെല്ലാം കാറ്റിൽ പറത്തി നിശബ്ദമായി ഇരിക്കുവാനേ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് സാധിക്കുന്നുള്ളൂ. പ്രതികരിക്കുവാൻ സമയമായിരിക്കുന്നു. ദയവ് ചെയ്ത് ഈ മനോഹര ഭൂമിയും ഇവിടെയുള്ള ജനങ്ങളെയും ജീവജാലങ്ങളെയും ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കൂട്ടുനിൽക്കരുത്. ഇത് എല്ലാ പേരോടും കൂടിയുള്ള എൻ്റെ ഒരു അപേക്ഷയാണ്. അതിന് ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങ് മുൻകൈ എടുക്കണം. മാഷ് പറഞ്ഞതാണ് അതിന്റെ ശരി. ഞങ്ങളുടെ പാർട്ടി എന്നും ജനങ്ങളുടെ കൂടെ ആയിരിക്കും. അതിനൊരു മാറ്റവുമില്ല. ഞാൻ വേണ്ടത് ഉടനെ ചെയ്യാം. വിനോദേ, നീ കഴിഞ്ഞ ഒരാഴ്ച എവിടെ ആയിരുന്നോ? ആ പൊന്നിൻ തുമ്പി എന്തല്ലോ. അച്ഛൻ ഇന്ന് ഞങ്ങളെ കൂട്ടാൻ സ്കൂളിൽ വന്നു മാമ. അതേതായാലും നന്നായി. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഈ മഴയത്ത് എവിടെയാ പണി? ഈ പെയ്യുന്നത് പോട്ടെ, നാട്ടിലൊക്കെ കൊടുമഴയല്ലേ. അത് ശരിയാ. ഈ മഴയൊന്ന് തോർന്നാൽ എന്തെങ്കിലും പണി തരപ്പെടുള്ളൂ. ഞാനും 3-4 ദിവസം ടൗണിൽ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു എന്തെങ്കിലും ജോലി തരപ്പെടുത്താൻ. ഒന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഇങ്ങനെ തിരികെ പോന്നു. ഇനി 2-3 ദിവസം പിള്ളേർക്ക് അവധിയല്ലേ, അവരോടൊപ്പം കൂടാന്ന് കരുതി. എന്താ തുമ്പിയുടെ മുഖത്തൊരു ഗൗരവം? അത് പിന്നെ മാമ, അച്ഛൻ ജോലിക്ക് പോയിട്ട് 1-2 ദിവസം വൈകിയാണ് വരുന്നതെങ്കിൽ പിന്നെ തുമ്പിക്ക് വലിയ സങ്കടമാ. കുറച്ചു നേരത്തേക്ക് അച്ഛനോട് വലിയ ഗൗരവമായിരിക്കും. ആണോ തുമ്പി? അമ്പോ, ഈ തുമ്പിയുടെ ഒരു കാര്യമേ. മഴ ഇങ്ങനെ തോരാതെ വീഴാ പ്രളയം വരോടെ. പ്രളയം വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി വീണ്ടും നേരിടും. നിനക്കെന്താ പേടിയുണ്ടോ? പേടിയാ എനിക്കാ. ഇത് അങ്ങനെയല്ലടാ. എനിക്കെന്തോ അതിതീവ്ര മഴയെന്നാ പത്രത്തിലും വാർത്തയിലൊക്കെ പറയുന്നത്. അടിവാരത്ത് വെള്ളം നല്ല കുത്തൊലിച്ച് പോകുന്നുണ്ടെന്നാ പണിക്കാരും പറയുന്നത്. എന്തേലും വന്നാൽ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കണം. പുൽപ്പള്ളിക്കാവിലെ ദേവിയുടെ കോപമാണ്. ആ കാവിന്റെ പടിഞ്ഞാറേ വശത്തെ ഭൂമി ആ ഭൂമാഫിയ തട്ടിയെടുത്തില്ലേ. ഞാനും നീ ഉൾപ്പെടുന്ന നാട്ടുകാർക്ക് നോക്കി നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ. ഇന്ന് അമ്മ റിസോർട്ട് പണിയുന്നതിന്റെ മറവിൽ എന്തൊക്കെ കൊള്ളരുതായ്മയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്. നിന്നോട് പറഞ്ഞ അകത്തായി മനുഷ്യനെ കുറെ കൂടി പേടിപ്പിക്കാനായിട്ട്. നിനക്ക് പേടിയില്ലെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ. നിന്റെ പേര് ചോദിച്ചേ നേരത്തടിക്കല്ലേ. എന്റെ തനി സ്വഭാവം. ഞാൻ തരത്തില്ല തരത്തില്ല തരത്തില്ല. ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാ തരത്തില്ല. ഈശ്വരാ, ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. ഏത് നേരവും തല്ലാണ്. കമ്പെടുത്ത് കൊടുത്താലേ ശരിയാവുള്ളൂ. ആ എത്തിയോ? എവിടെയായിരുന്നു ഇത്ര ദിവസം? ദേ മനുഷ്യ. എന്നാ പിന്നെ വിനോദ, ഞാൻ പോയിട്ട് പിന്നെ വരാം. എനിക്ക് പറ്റില്ല ഇതുങ്ങളെ മേയ്ക്കാൻ. അടുത്ത പ്രാവശ്യം നിങ്ങൾ പോകുമ്പോ ഇവരെയും കൂടെ കൊണ്ടുവെക്കും. ദേ ഇവനാണേലും നിങ്ങൾ പോയത് മുതൽ സ്കൂളിൽ പോയിട്ടില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലിരിപ്പാണ്. ഇന്ന് അവന് വയച്ചു വെക്കാം. ഇന്നലെ കാല് വേദന. അമ്മേ ദേ ഒന്ന് വെച്ച് തന്നോണ്ടല്ലോ അമ്മേ. ആ പാവ കൊടുക്കണ കൊച്ചിനായിട്ട് കരയിപ്പിക്കാതെ. ഇന്നാ കൊണ്ടുപോയത് പാവ. തുമ്പി മോളെ, അച്ഛനോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? ഇപ്പൊ അച്ഛനിങ് എത്തിയില്ലേ? അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. അപ്പൊ ഈ പാവ ജിബ്രോന് കൊടുക്കല്ലേ? തുമ്പിപ്പെണ്ണേ തൂവാൽ മൈനേ ചക്കരമുത്തേ ചെല്ലത്തത്തെ കവിളിൽ മുത്തം തന്നാട്ടെ ചന്ദ്രനിപ്പോൾ നിന്നും പിൻമുഖമെന്തേ എന്നെ നോക്കാതെ. തുമ്പിപ്പെണ്ണേ തൂവാൽ മൈനേ തഞ്ചത്തിൽ നീ വന്നാട്ടെ കയ്യിൽ വന്ന ചെല്ലവുമായി അച്ഛൻ കാത്തു നിൽപ്പാണേ. നീലത്താമര പൂക്കൾ വിരിഞ്ഞൊരു കുപ്പായം നീ കണ്ടില്ലേ? നിന്നിഴിയാകെ നിറഞ്ഞു കവിഞ്ഞൊരു കണ്ണീരൊപ്പാൻ വന്നില്ലേ? ഇന്നച്ഛൻ വന്നില്ലേ? പൊന്നച്ഛൻ വന്നില്ലേ? ചക്കരമുത്തേ ചെല്ലത്തത്തെ കവിളിൽ മുത്തം തന്നാട്ടെ ചന്ദ്രനിപ്പോൾ നിന്നും നിൻമുഖമെന്തേ എന്നെ നോക്കാതെ.
ദേ ഇന്നാ പിടിച്ചോ. ഹായ്, കൊള്ളാം, നല്ല രസമുണ്ട്. എന്റെ ചക്കര അച്ഛൻ. ഉമ്മ. അച്ഛനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനങ്ങളുടെ ദേ മോൾക്കച്ചൻ പുതിയ ഡ്രസ് കൊണ്ടോന്നല്ലോ. ഇതല്ല, ഞങ്ങൾ കമ്പളി പുതപ്പ്. അച്ഛ, എല്ലാ കുട്ടികളുടെയും വീട്ടിലുള്ളതുപോലെ കാറും ബൈക്കുകളും ഒന്നും വേണ്ട. എന്തിനധികം പറയണം? ഞങ്ങൾക്ക് സ്കൂളിൽ മാറി മാറി ഇടാൻ നല്ല യൂണിഫോം പോലും ചോദിക്കുന്നില്ല. പക്ഷേ ഈ തണുപ്പത്ത് പുതയ്ക്കാൻ എല്ലാവർക്കും കമ്പളി പുതപ്പ് വേണം. എനിക്കും വേണം അച്ഛൻ ഒരു കമ്പിളി പുതപ്പ്. ഉള്ള ഒരെണ്ണം ചേട്ടൻ ഞങ്ങൾക്ക് തരില്ല. അടുത്ത തവണ അച്ഛൻ വരുമ്പോ എന്റെ മക്കൾക്ക് ഉറപ്പായും കമ്പിളി പതപ്പ് കൊണ്ടുവരാം. അത് മതി അച്ഛ, നിങ്ങളുടെ ചക്കര അച്ഛൻ. അച്ഛാ, എനിക്ക് 2 ലേസും ഒരു കുറുക്കുറേ. അച്ഛനും മക്കളെ സംസാരിച്ചിരുന്ന സമയം പോയി. വേഗം വായോ, കിടക്കാം. ആ സതീശ, നീ എന്തായി രാത്രിയില്? വിനോദേ, മലയുടെ അങ്ങേറ്റത്തെ ഉരുൾപൊട്ടിനെ കേൾക്കണേ. നല്ല മലയാള ഭാഷയിലുണ്ട്. ആ ശബ്ദം ഞങ്ങളും കേട്ടു മാമ. അത് രണ്ടും കൂടി എന്റെ മുതുകിലിട്ട് ചവിട്ടിയ ശബ്ദമല്ലേടി. ഈ വശത്തേക്കും വെള്ളത്തിന്റെ നല്ല ഒഴുക്ക് കാണുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും കുട്ടികളെ മുതിർന്നവരെയും കുന്നിന്റെ കിഴക്കേ വശത്തുള്ള മദ്രസയിലേക്ക് മാറ്റാൻ പോവുക. എന്തും എപ്പോ വേണം സംഭവിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഡാ, ഞാൻ വണ്ടി അറേഞ്ച് ചെയ്യാം. നീ ലക്ഷ്മിയെ കുട്ടികളെയും കൂട്ടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറിക്കോ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം തോന്നില്ല സതീശേട്ടാ. നമ്മുടെ വീട് കുന്നിന്റെ ഉയർന്ന പ്രദേശത്തായതുകൊണ്ട് വെള്ളം ഒട്ടും ഇത്രയിടം വരെ കയറില്ല. പറയാനുള്ള ഞാൻ പറഞ്ഞു. ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം. അതെ വിനോദേ, ഫോണിൽ ഇന്ന് റേഞ്ച് ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചോ. നീ എന്നാലും അവനോട് എടുത്തടിച്ചതുപോലെ അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? സകലതും വാരിപ്പറക്കി രാത്രി പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. കയറി കിടക്കും പിള്ളേരെ. പോണമെന്ന് അത്ര അത്യാവശ്യമാണെങ്കിൽ രാവിലെ ആലോചിക്കാം. എന്തായിട്ടൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടാ ശബ്ദം. അമ്മേ, അച്ഛ, പേടിയാവുന്നു. അച്ഛ, പേടിയാവുന്നു അച്ഛ. പേടിക്കണ്ട മക്കളെ, അച്ഛന്റെ കൈ മുറുക്കി പിടിച്ചു. ഒന്നും സംഭവിക്കില്ല. അച്ഛനമ്മയും കൂടെ ഉണ്ട്. തുമ്പി ചേച്ചി, എനിക്ക് പേടിയാവുന്നു ചേച്ചി. പേടിക്കണ്ട തുമ്പി മോളെ, ചേച്ചി ഇല്ലേ കൂടെ? നമ്മള് ദേവിടാ. അറിയില്ല തുമ്പി മോളെ. എവിടെയാണെങ്കിലും നമ്മളാച്ച ഉറപ്പായും വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ആ, നമ്മുടെ അച്ഛൻ സൂപ്പർ ഹീറോ അല്ലേ ചേച്ചി? അതെ തുമ്പി മോളെ, എല്ലാരെയും രക്ഷിക്കുന്ന സൂപ്പർ ഹീറോ. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നാശമുണ്ടാക്കിയ ഉരുൾപൊട്ടലിന് മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഈ ഭൂമിയിലുണ്ടായിരുന്ന ചെങ്കുറി എന്ന ഗ്രാമം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായി. എത്രയോ ജീവിതങ്ങൾ നിസ്സഹായം നിരാലംബം അവിടെ അവസാനിച്ചു. സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നവരിൽ പലരും ഇന്നത്തെ പുലരിയിലേക്ക് ഉണർന്നില്ല. ജീവസഹായം തേടിയുള്ള അവരുടെ വിലാപങ്ങൾ മണ്ണടരുകൾക്കുള്ളിൽ മൂകം അമർന്നുപോയി.
അവരുടെ വീടുകൾ തകരുകയോ മലവെള്ളത്തിൽ ഒഴുകിപ്പോവുകയോ ചെയ്തു. ഏക യാത്രാമാർഗമായ പാലം ഒലിച്ചുപോയി. പ്രകൃതിയുടെ കലിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചവരാകട്ടെ അഭയം തേടി കുന്നിൻ മുകളിലേക്കും മറ്റും ഓടി. ദുരന്ത ഭൂമിയിൽ ജീവൻ കയ്യിൽ പിടിച്ച് എത്രയോ രക്ഷാപ്രവർത്തകരുണ്ടിപ്പോൾ. ഒരു ഭാഗത്ത് മുട്ടറ്റം ചെളിയും മറുഭാഗത്ത് ഇരമ്പിയാർക്കുന്ന പുഴയും. പ്രതിസന്ധികൾ തീർക്കുമ്പോഴും ഒരു നിമിഷം പോലും പാഴാക്കാതെ കാണാതായവരെ തിരയുകയാണവർ. സൈന്യത്തോടൊപ്പം നൂറുകണക്കിന് NDRF, അഗ്നിരക്ഷ, വനം വകുപ്പ്, പോലീസ് സേനാംഗങ്ങൾ. ജീവന്റെ തുടുപ്പെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അങ്ങേയറ്റം പ്രതികൂല സാഹചര്യത്തിലാണ് തിരച്ചിൽ. തോരാ മഴയും വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള മണ്ണിടിച്ചിലും വകവയ്ക്കാതെ ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങാൻ നാട്ടുകാർ കാണിച്ച സന്മനസ്സാകട്ടെ കേരളത്തിന് തന്നെ മാതൃകയും. എന്റെ പൊന്നു മക്കളെ, എനിക്കിത് താങ്ങാൻ വയ്യേ. നാടൊന്നാകെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന സ്കൂൾ മുറ്റമായിരുന്നു സാറേ ഇത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ എന്റെ മക്കൾക്ക് തന്നെ ഇത് വന്നല്ലോ. ഈ പ്രകൃതി അവരുടെ ഭാഗ്യമാണെന്ന് ഞാൻ എപ്പോഴും അവരോട് പറയുമായിരുന്നു സാറേ. ഈ പുഴയും മലയും വയലേലകളൊക്കെ അവരുടെ സ്വന്തമാണെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു സാറേ. എന്റെ മക്കളെ പോയി, എന്റെ പൊന്നോമനകൾ പോയി സാറേ. കാറ്റടിച്ചേ മഴ പെയ്തുടച്ചേ മിഴി പൂട്ടിയ നേരമിവാനിടിഞ്ഞേ കൈവഴുതി ഉടൽ വേർപിരിഞ്ഞ് പുഴ കാട്ടുതി പോലിങ്ങാഞ്ഞടിച്ചേ പുഴ കാട്ടുതി പോലിങ്ങാഞ്ഞടിച്ചേ ഈ ചൂളയിൽ നീന്തി മീൻ പിടിച്ചേ മറുപച്ചകൾ തേടി പോരടിച്ചേ കാത്തിരിപ്പിൻ കനൽ കെട്ടടങ്ങി എന്നോമന പൈതലേ നീയവിടെ എന്നോമന പൈതലേ നീയവിടെ. സാർ, പുഴയ്ക്ക് നല്ല അടിയൊഴുക്കുണ്ട്. ഇന്നലെ ഇതിൽപ്പെട്ടവരാരും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 38 കിലോമീറ്റർ അകലിൽ നിന്ന് പോലും മൃതദേഹങ്ങൾ ലഭിച്ചു എന്നാണ് അറിയുന്നത്. ഏയ്, അവിടെ മുഴുവൻ കഴുത്തറ്റം ചെളിയാണ്, സൂക്ഷിക്കണം. കുറച്ചു നേരം കൂടെ പിടിച്ചു നിൽക്കുന്നുള്ളൂ. ഇതുവരെ വന്നില്ലല്ലോ ചേച്ചി. അച്ഛ ഉറപ്പായി വരും തുമ്പി. വേഗം വാ, തുമ്പിക്ക് പേടിയാകുന്നു. വന്ന കാറ്റേ നീ കണ്ടു എന്നകലേ തേനുണ്ണാൻ തേടുന്ന വണ്ടേ നീ കണ്ടു പൊന്നകലേ എൻ പൊന്നകലേ. ചക്കരമുത്തേ ചെല്ലത്തത്തേ കവിളിൽ മുത്തം തന്നാട്ടേ. തുമ്പി മോളെ, മോളെ, തുമ്പി മോളെ, തുമ്പി മോളെ. അച്ഛാ, വേഗം വാ അച്ഛാ. തുമ്പി മോളെ വിളിച്ചിട്ട് എണീക്കുന്നില്ല അച്ഛാ. തുമ്പി മോളെ, അച്ഛാ, വേഗം വാ അച്ഛാ. അച്ഛാ, പേടിയാവുന്ന അച്ഛാ. തുമ്പി മോളെ എണീക്കുന്നില്ല അച്ഛാ. അച്ഛാ, അച്ഛാ, തുമ്പി മോളെ വിളിച്ചിട്ട് എണീക്കില്ല അച്ഛാ. അച്ഛാ. ലക്ഷ്മി, ലക്ഷ്മി, നമ്മുടെ മക്കൾ എവിടെ ഉണ്ട്? ലക്ഷ്മി, ഇതെല്ലാം എടുത്ത് മാറ്റി. എവിടെ ചേട്ടാ, എവിടെ? ശ്രദ്ധിച്ചു കേൾക്ക് ലക്ഷ്മി. ലക്ഷ്മി, ഇതൊക്കെ എടുത്ത് മാറ്റി മോനെ. അച്ഛാ, അച്ഛാ. തുമ്പി മോളെ, വിളിച്ചിട്ട് പൊന്നി. തുമ്പി, ലക്ഷ്മി, നമ്മുടെ പൊന്നി തുമ്പി ഇവിടെ ഉണ്ട്. പൊന്നി. പൊന്നി, പൊന്നി, അച്ഛനെ കൈ പിടിച്ച് കയറ് മോളെ. തുമ്പി മോളെ, എണീക്ക് മോളെ. തുമ്പി, തുമ്പിക്ക് എന്താ പറ്റി മോളെ? തുമ്പിക്ക് എന്താ പറ്റി? തുമ്പി മോളെ, തുമ്പി അച്ഛനെ കയ്യിലേക്ക് എന്താ? തുമ്പി, തുമ്പി, തുമ്പി മോളെ, മോളെ, അച്ഛനെ മുഖത്ത് നോക്ക് മോളെ. തുമ്പി, 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 അയ്യോ, അയ്യോ, മോളെ. ചക്കരമുത്തേ ചെല്ലത്തത്തേ കവിളിൽ മുത്തം തന്നാട്ടേ ചന്ദ്രനെപ്പോൾ നിന്നും നിൻമുഖം എന്തേ എന്നെ നോക്കാത്തേ തുമ്പി
പെണ്ണെ തൂവാൽ മൈനെ തഞ്ചത്തിൽ നീ വന്നാട്ടെ എനിക്കും വേണം വർണ്ണ ചെല്ലവുമായി നിൻ അച്ഛൻ കാത്തു നിൽപ്പാണേ. അച്ഛനെ കാണാൻ കൊതിയായി ഞാൻ അകലെ നോക്കി നിൽപ്പാണ്. തുമ്പി എന്നൊരു വിളി കേൾക്കാനായി എന്നും കാത്തിരിപ്പാണ്. ഞാനെന്നും കാത്തിരിപ്പാണ്. തുമ്പി മോളെ